ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്ന പ്രധാന വാർത്തകളാണ് നാം ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഇതുപോലുള്ള കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്രിക്കറ്റിന്റെ യഥാർത്ഥ സൗന്ദര്യം വെളിവായ മത്സരങ്ങളിൽ ഒന്നായിരുന്നു കഴിഞ്ഞ 5 ദിവസമായി ലോർഡ്സിൽ സാക്ഷ്യം വഹിച്ചത്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള സച്ചിൻ ആൻഡേഴ്സൺ ട്രോഫിയിലെ 3ാം മത്സരത്തിൽ നീലപ്പടയ്ക്ക് തോൽവി വഴങ്ങേണ്ടി വന്നെങ്കിലും ശക്തമായ പോരാട്ട വീര്യമാണ് ഇന്ത്യൻ താരങ്ങൾ പുറത്തെടുത്തിരുന്നത്. അതിനെ അവരെ അഭിനന്ദിച്ചേ മതിയാകൂ എന്നാണ് യാഥാർത്ഥ്യം. 22 റൺസുകൾക്കാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടത്. ജയിക്കാമായിരുന്ന മത്സരമാണ് ഇന്ത്യക്ക് കയ്യെത്തും ദൂരത്ത് വെച്ച് നഷ്ടമായത്. 5ാം ദിനം കളി ആരംഭിച്ചപ്പോൾ തന്നെ വിക്കറ്റുകൾ തുരതുരെ വീണതോടെ ഇന്ത്യ ഏറെ അകലത്തിൽ വെച്ച് ഓൾ ഔട്ട് ആവുമെന്ന് പലരും കരുതിയെങ്കിലും രക്ഷകനായി രവീന്ദ്ര ജഡേജ അവസാനം വരെ ഉണ്ടായിരുന്നു. ജയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ജഡേജയുടെ മികവ് പ്രശംസ നേടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴിതാ മത്സരത്തിൽ തോൽക്കാനുണ്ടായ കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് നായകൻ ശുഭ്മാൻ ഗിൽ. ബാറ്റിംഗ് നിര 2ാം ഇന്നിംഗ്സിൽ ഭേദപ്പെട്ട കാഴ്ച വെച്ചിരുന്നെങ്കിൽ ഇന്ത്യക്ക് എളുപ്പത്തിൽ ജയിക്കാമായിരുന്നു എന്നാണ് ആരാധകരുടെ പക്ഷം. എന്നാൽ മത്സരത്തിലെ വഴിത്തിരിവായി ഗിൽ കണക്കാക്കുന്നത് മറ്റൊരു സംഭവമാണ്. 1ാം ഇന്നിംഗ്സിൽ ഋഷഭ് പന്ത് റണ്ണൌട്ടായ രീതിയാണ് ഗിൽ മത്സരത്തിലെ നിർണായക നിമിഷമായി കണക്കാക്കുന്നത്. ആദ്യ ഇന്നിംഗ്സിൽ ഋഷഭ് പന്തിന്റെ റണ്ണൌട്ട് കളിയുടെ ഗതി മാറ്റിമറിച്ച നിമിഷമായിരുന്നുവെന്ന് ഗിൽ സമ്മതിച്ചിരുന്നു. ഇന്ത്യക്ക് ഇംഗ്ലണ്ടിന്റെ 1ാം ഇന്നിംഗ്സ് സ്കോറിനോട് ഒരു അധിക റൺസ് പോലും കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞിരുന്നില്ല. കൂടുതൽ ലീഡ് 1ാം ഇന്നിംഗ്സിൽ നേടിയിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് ജയിക്കാമായിരുന്നു എന്ന അഭിപ്രായം ശക്തമായി ഉയരുന്നുണ്ട്. ഇതിനെ സാധൂകരിക്കുന്നതാണ് ഗില്ലിന്റെ അഭിപ്രായം. ആദ്യ ഇന്നിംഗ്സിൽ രാഹുലും പന്തും മികച്ച പ്രകടനമാണ് നടത്തിയത്. ഇതോടെ ഇന്ത്യ നിർണായകമായ ലീഡിലേക്ക് നീങ്ങുമെന്ന് കരുതിയിരുന്നു. എന്നാൽ 99 റൺസിൽ നിൽക്കുന്ന രാഹുലിനെ സ്ട്രൈക്ക് കിട്ടാൻ വേണ്ടി പന്ത് അനാവശ്യമായി വിളിച്ച റൺ കോൾ ആണ് അവിടെ വിക്കറ്റിൽ കലാശിച്ചത്. അല്ല എങ്കിൽ ഉറപ്പായും മത്സരത്തിന്റെ ഫലം മറ്റൊന്നായേനെ. ഇരുവരെയും കുറ്റപ്പെടുത്താതെയാണ് ഗിൽ സംസാരിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. റൺ കോൾ വിളിക്കുന്നതിൽ ഉണ്ടായ പന്തിന്റെ വീഴ്ച മാത്രമായിരുന്നു ഇതെന്ന ഗിൽ പറയുന്നു. ടീമിനെ ഒന്നാമതെത്തിക്കുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്നത്. അത് കണക്കുകൂട്ടലിലെ പിഴവാണെന്ന് ഞാൻ കരുതുന്നു. രാഹുൽ ഋഷഭിനോട് ലഞ്ചിന് മുൻപ് ഞാൻ എന്റെ 100 പൂർത്തിയാക്കുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞിരിക്കാം. 99 റൺസിൽ ബാറ്റ് ചെയ്യുമ്പോൾ ബാറ്റർ സമ്മർദ്ദം അനുഭവിക്കുന്നു. പക്ഷേ രാഹുലിന്റെ വ്യക്തിഗത നാഴികക്കല്ല് കാരണം ഋഷഭ് പന്ത് പുറത്തായി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ഗിൽ ചൂണ്ടിക്കാട്ടി. അത് വിധി നിർണയത്തിലെ പിഴവായിരുന്നു. ഋഷഭ് ആയിരുന്നു കോൾ വിളിച്ചത്. ബായി ആയിരുന്നു അപകടത്തിന്റെ അറ്റത്തുള്ളത്. വിധിയുടെ പിഴവായിരുന്നു എന്ന് ഞാൻ പറയും. ഏതൊരു ബാറ്റർക്കും ഇത് സംഭവിക്കാം, ഗിൽ പക്വമായി പ്രതികരിച്ചു. പന്തിന്റെ പരിക്ക് സാരമുള്ളതല്ലെന്നും അതിനാൽ അടുത്ത ടെസ്റ്റിൽ അദ്ദേഹം തീർച്ചയായും കളിക്കുമെന്നും ഗിൽ പറയുന്നു. 3ാം ടെസ്റ്റിൽ ജസ്പ്രീത് ബുംറയുടെ പന്ത് പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെ കൈക്ക് പരിക്കേറ്റതിനെ തുടർന്ന് പന്തിന്റെ കാര്യത്തിൽ ആരാധകർ ആശങ്കയിലായിരുന്നു. മത്സരത്തിൽ 2ാം ഇന്നിംഗ്സിൽ പിന്നീട് പന്തിന് പകരം ധ്രുവ് ജുറൽ ആയിരുന്നു കീപ്പറായി നിന്നത്. എന്നാൽ ഈ പരിക്ക് സാരമുള്ളതല്ല എന്ന ഗില്ലിന്റെ വാക്കുകൾ ആരാധകർക്ക് ആശ്വാസമാണ്.